ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മോഡൽ എക്സാം ആണ്. വരുന്ന ഹാഫ് ഇയർലി എക്സാം, അതായത് സെക്കൻഡ് ടേം എക്സാം, ക്രിസ്മസ് എക്സാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസർ കീയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുക, അതിനുശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും എല്ലാ ക്വസ്റ്റിനും ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കി ആ ഒരു ഭാഗങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എക്സാമിന്. നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി ആദ്യം നോക്കാം. റീഡ് ദ ഗിവൺ പോയം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഈ പോയം വായിക്കുക, എന്നിട്ട് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. പോയട്രി നിങ്ങൾ വായിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. ഈ പോയത്തിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് ചൂസ് ചെയ്യുക. 2, ഹൗ ഇസ് ദ ഗേൾ സ്പിരിറ്റ് ഡിസ്ക്രൈബ്ഡ്. എങ്ങനെയാണ് ഇവിടെ ഗേളിന്റെ സ്പിരിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഗേൾസ് ഐസ് കമ്പയർ ടു. ഗേളിന്റെ കണ്ണുകളെ എന്തുമായാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഡാർക്ക് as നൈറ്റ്, സ്പാർക്കിൾ ലൈക്ക് ദ സീ, ബ്രൈറ്റ് as മൂൺ, ഷൈൻ ലൈക്ക് സ്റ്റാർസ്. ഏതാണെന്ന് ചൂസ് ചെയ്യുക. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. പോയത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുക. 5, വാട്ട് ഇഫക്റ്റ് ഡസ് ദ ഗേൾ സ്മൈൽ ഹാവ്. ഗേളിന്റെ സ്മൈലിന് എന്ത് ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുടെ ആൻസർ ആദ്യം ഈ ഒരു പോയട്രിയിൽ നിന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. ഡു യു റിമെമ്പർ ദ സ്റ്റോറി മൗസ്ട്രോനോട്ട്. റീഡ് ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആൻഡ് റീഅറേഞ്ച് ഇൻ ടു കറക്റ്റ് ഓർഡർ. അപ്പോൾ മൗസ്ട്രോനോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. ആ സ്റ്റോറി കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ഇവൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാനാണ്. ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ വായിക്കുന്നില്ല, ആൻസർ പറയാം, നിങ്ങൾ ശരിക്കും നോക്കിക്കോളൂ. എന്നിട്ട് കറക്റ്റ് ഫസ്റ്റത്തെ ഏതാണ് രണ്ടാമത്തെ ഏതാണെന്ന് ഓർഡറിൽ ഒന്ന് എടുത്ത് എഴുതുക. അടുത്ത ആക്ടിവിറ്റി 3, do you remember the little girl Moina in the story The YY Girl? She was always curious about everything around us. She always asked questions about everything. Often she began to think alone. What would be her thoughts? Write the thoughts of Moina. അപ്പോൾ YY Girl എന്നുള്ള ആ സ്റ്റോറിയിൽ മൊയിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവൾക്ക് എല്ലാത്തിനെ കുറിച്ചും സംശയങ്ങളായിരുന്നു, ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ എന്തായിരിക്കും അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, ഒരു ദിവസം അവൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവളുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങൾ, തോട്ട്സ് എന്നുള്ളതാണ്. ആ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനിവിടെ 2ന്റെ ആൻസറും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാമിന് ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും. അപ്പോൾ ബി ക്വസ്റ്റ്യനും കൂടി വായിക്കാം. ഡു യു റിമെമ്പർ ലൂയിസ് ഇൻ ദ സ്റ്റോറി 6 dots. 6 dot എന്ന സ്റ്റോറിയിലെ ലൂയിസിന് ഓർമ്മയില്ലേ? അറ്റ് ദ ഏജ് ഓഫ് 5 ഹി ബിക്കേം ടോട്ടലി ബ്ലൈൻഡ്. 5ാം വയസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ണ് കാണാതായ ആ കുട്ടിക്ക് അല്ലേ. ഹി ജോയിൻഡ് ഇൻ ദ സ്കൂൾ ഫോർ ബ്ലൈൻഡ്. അങ്ങനെ കണ്ണ് കാണാത്തവരുടെ സ്കൂളിൽ ആ കുട്ടി ജോയിൻ ചെയ്തു. His headmaster taught him to make dot patterns with a stylus on a paper kept under a wood frame. In that night, he began to write about his school, teachers and friends in his diary. Write his diary entry. അപ്പോൾ അവൻ്റെ അന്നത്തെ ഡയറി എൻട്രിയാണ് എഴുതേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 4, ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറ്റ്. മിനിമം 6 sentences. ഈ പിക്ചർ നോക്കിയിട്ട് ഇതിനെക്കുറിച്ചൊരു 5 sentences, 6 sentences നിങ്ങൾ എഴുതണം. അടുത്ത ആക്ടിവിറ്റി 5 ആണ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എ ഓർ ബി ചെയ്താൽ മതിയാവും. എയും ബിയും ഇവിടെ ഞാൻ ആൻസർ തരുന്നുണ്ട്. A, imagine your school is celebrating its 90th anniversary. In that program, your school is planning to felicitate an old student, Dr. Sumitra, for her great achievement in the national level doctors conference. Draft a notice to invite people to the program. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി ആയിട്ടുള്ള ഡോക്ടർ സുമിത്ര അവർക്ക് നാഷണൽ ലെവൽ ഡോക്ടേഴ്സ് കോൺഫറൻസിൽ ഒരു അച്ചീവ്മെൻറ്റ് ലഭിക്കുകയാണ്. അവരെ ഫെലിസിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ അവർക്കൊരു ആദരവ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് 19th ആനിവേഴ്സറിക്കാണ് അത് കൊടുക്കുന്നത് അവർക്ക്. അപ്പോൾ അതിനൊരു നോട്ടീസ് നിങ്ങളോട് ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ബി ക്വസ്റ്റ്യൻ, യുവർ സ്കൂൾ ഇസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് ആൻഡ് ഫേമസ് പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ കാർഡ് ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ദ ഇവന്റ്. നിങ്ങളുടെ സ്കൂൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡന്റ് അല്ലേ, സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിക്ക് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് ഒരു ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ആ ഒരു ഈവൻറ്റിനെ കുറിച്ചുള്ളത്.
അടുത്തത് ആറാമത്തെ ആക്ടിവിറ്റി വരുന്നത് എഡിറ്റ് ദ ഫോളോവിങ് പാസേജ് ആണ്. One day a little rabbit named Lily found a shiny object in the garden. She picked it up and see that it was a small bell. Lily rang the bell and heard it sound sweet. She took it off the home. ഓക്കെ, അപ്പോൾ ഇതാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ കീയിലേക്ക് കടക്കാം. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ കീ ആണ് ഇനി പറയാൻ പോകുന്നത്. ആക്ടിവിറ്റി 1 റൈറ്റ് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ആണ്. ഫ്രീ, ഗ്ലീ, നൈറ്റ്, ഡിലൈറ്റ്, സീ, കെയർ ഫ്രീ. ഹൗ ഇസ് ദ ഗേൾ സ്പിരിറ്റ് ഡിസ്ക്രൈബ്ഡ്? ഗേളിൻ്റെ സ്പിരിറ്റിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഹെർ സ്പിരിറ്റ് ഷൈൻസ് ലൈക്ക് മോർണിംഗ് ഡ്യൂ, എ പ്രഷ്യസ് ജെം, ത്രോ ആൻഡ് ത്രോ. What are the girl's eyes compared to? Sparkle like the sea. Give a suitable title to the poem. The Cheerful Girl. What effect does the girl's smile have? Her smile can light the darkest night and fill the hearts with pure delight. ഇനി ആക്ടിവിറ്റി 3 നമ്മുടെ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ, സി ആണ്. ദ ഷട്ടിൽ കമാൻഡർ അനൗൺസസ് ദാറ്റ് 6 mice will be selected for the flight. 2. Meteor is taken from his cage and get a tour of the shuttle. 3. The key to the control panel struck between the monitors. 4. The meteor squeezes his way into the crack. Meteor sports the key and tugs at it with all his might. 6. When the shuttle returns to earth, Meteor is declared a hero. 6 ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ 1 2 3 4 5 6 എഴുതിയതാണ് ഓർഡർ. ആദ്യം വരുന്നത് ആദ്യം എഴുതുക, രണ്ടാമത് വരുന്നത് രണ്ടാമത് എഴുതുക, അങ്ങനെ എഴുതി പോവുക. അടുത്തത് നമുക്ക് അതിലൊരു ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. Moina's thoughts revolve around her insatiable curiosity about her life and surroundings, often questioning social inequalities and natural phenomena. അപ്പോൾ അവളുടെ തോട്ട്സ് മേ ബി ഇങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. Why do we live in leaf huts while others live in big houses? Why should I eat the leftovers of the village landlord when I am not a servant? Why can't I go to school like the boys in the village? Why do I have to grace the gods every day instead of learning to read and write? Why do the stars twinkle and where does the sun go at night? ഇനി ലൂയിസിൻ്റെ കഥയിലെ ഡയറി എൻട്രി ആണ് 6 ഡോട്ട്സിലത്തെ ബി. അതിൻ്റെ ആൻസർ നോക്കാം. ഇതിൽ നമ്പർ ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ ഞാൻ വിട്ടുപോയെന്ന് നോക്കട്ടെ. ആക്ടിവിറ്റി 2 ആണ്. ഓക്കെ, ഇത് ആക്ടിവിറ്റി 3 ആണ് കേട്ടോ. ഞാനത് ക്വസ്റ്റ്യൻ നമ്പർ ഇത് ആക്ടിവിറ്റി 3 ആണേ. ഇത് ആക്ടിവിറ്റി 3 ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മൊയിനയുടെ തോട്ട്സ്. ഇനി ആക്ടിവിറ്റി അതിൽ ബി വരുന്നുണ്ട്. ഓക്കെ, ബി ലൂയിയുടെ ഡയറി എൻട്രി. ടുഡേ വാസ് എ സ്ട്രേഞ്ച് ഡേ. ഒരു ഡേറ്റ് കൊടുക്കുക. ഐ കാൺട്ട് സീ എനിത്തിങ് എനിമോർ വിച്ച് ഇസ് സ്കാരി ആൻഡ് മേക്സ് മീ ഫീൽ very alone sometimes, but the headmaster at my new school showed me something truly amazing. Very lonely nakka, lonely ana. But the headmaster at my new school showed me something truly amazing, a wooden frame and a little pointy tool called a stylus. He taught me to make little bumps on paper, dot patterns. It felt like magic in my fingers. I can write. Tonight in my quiet room I started writing about my new school, the kind teachers and my new friends. It feels so good to put my thoughts down even without seeing the words on the page. I am not completely lost anymore. I have found a way to share my world and my feelings. This is a good day, after all, a new beginning. ഇനി ആക്ടിവിറ്റി 4 നമുക്കൊരു പിക്ചർ തന്നിട്ടില്ലേ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്.
The picture depicts a backwater village, likely in a place such as Kerala. The scene is centered around a wide river or canal with coconut trees lining both the banks. A person in a small boat is paddling down the waterway while a flock of ducks swims nearby. On the left side of the river, a woman is walking along a path and another person is kneeling by the water and washing something. In the background, there are traditional houses and lush greenery, all under a bright blue sky with scattered clouds. The overall theme is one of a peaceful rural life closely connected to the nature. ഇനി ആക്ടിവിറ്റി 5 ആണ് നമ്മൾ ആ ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ളത്. അതിൽ A ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. നമ്മൾ ഫെലിസിറ്റേറ്റ് ചെയ്യുക ഡോക്ടർ സുമിത്രനെ, അവരെ ആദരിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ സ്കൂളിൻ്റെ പേര് ABC പബ്ലിക് സ്കൂൾ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. നോട്ടീസിന് ഹെഡിങ് കൊടുത്തു December 7, 2025 ഒരു ഡേറ്റ് കൊടുക്കുക. 90th anniversary celebration and felicitation ceremony. This is to inform all students, parents and the public that our school is celebrating its 90th anniversary. As part of the program, we will be felicitating our esteemed old student, Dr. Sumitra, for her great achievement in the National Level Doctors Conference. The details of the event are as follows. Date December 15, 2025. Time 10 a.m. Venue School Auditorium. All are cordially invited to attend the function and make the event a grand success. Signature Principal. ഇത്രയുമാണ് നോട്ടീസിൽ വരിക. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കേണ്ടത് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻവിറ്റേഷൻ കാർഡ് അതിങ്ങനെയാണ് വരിക. എപ്പോഴും സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ഞാനിവിടെ ABC പബ്ലിക് സ്കൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇൻവിറ്റേഷൻ കാർഡ്. The students and management of സ്കൂളിൻ്റെ പേര് കൊടുക്കുക. കോഡിയലി ഇൻവൈറ്റ് ദ പബ്ലിക് ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് ആൻഡ് ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇവൻറ്റ് ഡീറ്റെയിൽസ്. ഡേറ്റ് കൊടുക്കുക 2025 October 15th ഞാൻ കൊടുത്തിട്ടുണ്ട്. ടൈം കൊടുക്കുക 10 AM. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. അഡ്രസ് കൊടുക്കുക. ചീഫ് ഗസ്റ്റ് ആരാണ് അവരുടെ പേര് നിങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. പഞ്ചായത്ത് പ്രസിഡന്റോ സ്കൂൾ പ്രിൻസിപ്പളോ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറോ അത് കൊടുക്കാവുന്നതാണ്. ജോയിൻ അസ് ഇൻ പേയിങ് ട്രിബ്യൂട്ട് ടു എ ട്രൂ വിഷണറി. അപ്പോൾ ഇത്രയുമാണ് ഇൻവിറ്റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ വിട്ടുപോയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. അത് ക്വസ്റ്റ്യൻ ഭാഗത്താണുള്ളത്. അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ, ആക്ച്വലി അത് വിട്ടുപോയതാണ്. അത് ഇതിൽ പറഞ്ഞു തരാം. ഇവിടെ ഒരു എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് കൊടുത്തിട്ടുണ്ട്. ഈ എഡിറ്റ് ദ ഫോളോയിങ് പാസേജിൻ്റെ ആൻസർ അവിടെ നമ്മൾ പറഞ്ഞില്ല, അതിവിടെ പറഞ്ഞു തരാം. ഇതുപോലെ ഏതെങ്കിലും ഒരു പാസേജ് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് ഇവിടെ വൺ ഡേ എ ലിറ്റിൽ റാബിറ്റ്, റാബിറ്റിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് ഇവിടെ. അപ്പം നമ്മളതൊന്ന് കറക്റ്റ് ആക്കുക. RABBIT. നെയ്മഡ് ലില്ലി. ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ് ഇൻ ദ ഗാർഡൻ. ഷീ പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സീ ദാറ്റ് ഇറ്റ് വാസ് എ സ്മോൾ ബെൽ. അപ്പോൾ ഇവിടെ C അല്ല വരിക, സോ ആണ് കേട്ടോ. SAW ആക്കുക. ഇതൊക്കെയാണ് മിസ്റ്റേക്ക്. ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താ അടുത്തത്? ലില്ലി. ഒരു ഫുൾ സ്റ്റോപ്പിന് ശേഷം തുടങ്ങുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ലില്ലി, L ക്യാപിറ്റൽ ആക്കുക. ലില്ലി റാങ് ദ ബെൽ ആൻഡ് ഹേർഡ് ഇറ്റ് സൗണ്ട് സ്വീറ്റ്. ഓക്കെ. ഷീ ടുക്ക് ഇറ്റ് ടു ദ ഹോം. ഷീ ടുക്ക് ഇറ്റ് ഓഫ് ദ ഹോം എന്നല്ല, ഷീ ടുക്ക് ഇറ്റ് ടു ദ ഹോം ആണ് വരിക കേട്ടോ. ഓഫ് അല്ല, ടു ആണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. മാറ്റിയത് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? റാബിറ്റിൻ്റെ സ്പെല്ലിംഗ് മാറ്റി, RABBIT. അതുപോലെ തന്നെ സോ, SAW ആണ് ഇവിടെ വരിക. ലില്ലിയുടെ സ്പെല്ലിംഗ് ക്യാപിറ്റൽ ലെറ്റർ L ആക്കുക. പിന്നെ ഓഫ് മാറ്റി 2 ആക്കി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്ത പാസേജിൽ വരേണ്ടത്. ഇത് ലാസ്റ്റ് പറയാൻ വിട്ടുപോയതാണ്, അതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാ ആൻസേഴ്സും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ആക്ടിവിറ്റി 1, 2, 3, 4, അതുപോലെ തന്നെ 5, നമ്മുടെ 6 ആണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള ഏതെങ്കിലും എഡിറ്റിംഗ് ഒക്കെ എന്തായാലും ചോദിക്കും. അപ്പോൾ നന്നായി പഠിച്ചിട്ട് പോവുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.